UDF ജയിച്ചു. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി അവരുടെ നിര്യാണത്തെ തുടർന്നുണ്ടായ ഉപതെരഞ്ഞെടുപ്പിൽ 5 ഇരട്ടി വോട്ടുകൾക്കാണ് UDF സ്ഥാനാർത്ഥി ജയിച്ചത്. ചേലക്കരയിൽ സാങ്കേതികമായി UDF പരാജയപ്പെട്ടെങ്കിലും കഴിഞ്ഞ അതിന് മുമ്പത്തെ തവണ ലഭിച്ച വോട്ടിന്റെ ഭൂരിപക്ഷത്തിന്റെ 28,000 വോട്ടിന് കുറവാണ് വന്നത്. അതിനർത്ഥം കേരള ജനത ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. UDF പറഞ്ഞിട്ടോ രാഷ്ട്രീയം കൊണ്ടോ അല്ല, അവർ ജീവിതത്തിൽ അവർക്കുണ്ടായ അനുഭവം വെച്ചുകൊണ്ടാണ് ജീവിക്കാൻ പറ്റാത്ത നിഖില മേഖലകളിൽ ഈ പ്രദേശം നിയോജക മണ്ഡലം കൺവെൻഷൻ അതിലൂടെ നമുക്ക് ഒരു വലിയ മെസ്സേജ് കൊടുക്കാൻ കഴിയും. LDF-നെ സംബന്ധിച്ചിടത്തോളം അവസരത്തിൽ നമ്മൾക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം 2-ാം തീയതി 3 മണിക്ക് ഇവിടെ കൂടുന്ന കൺവെൻഷൻ അത് തെളിയിച്ചു കൊടുക്കുവാൻ എന്റെ പ്രിയപ്പെട്ടവരായ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയണം എന്ന് മാത്രം ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലേ? നിലമ്പൂരിൽ ബൈ ഇലക്ഷൻ ഉണ്ടായി, നമ്മളെ കുഴപ്പമുണ്ടല്ലോ. മാത്രമല്ല ഇപ്പോൾ നാട്ടിലുള്ള പ്രശ്നങ്ങൾ മുഴുവൻ അവരെ കൊണ്ടുണ്ടാക്കിയതാണ്. അടുത്ത ഞാനൊന്ന് മന്ത്രിമാരായിരുന്നു. അക്കാലത്ത് കേൾക്കാത്ത കാര്യങ്ങൾ, കാണാത്ത കാര്യങ്ങൾ ഒക്കെ അല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു ശമനം ഉണ്ടാക്കുക എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. ഇതിന് ശമനം ഉണ്ടാക്കാൻ തുടക്കം കുറിക്കണം എന്ന് പറഞ്ഞിട്ടാണ് നിലമ്പൂർ അതുപോലെയുള്ള സംഭവവികാസങ്ങൾ പ്രാകൃത യുഗത്തിൽ പണ്ട് പ്രാകൃത യുഗത്തിലൊക്കെ നടന്നിരുന്നത് പോലെ നാട്ടിൽ നടക്കുകയാണ്. ആ സ്ഥിതിക്ക് ഒരു മാറ്റം വേണം. അതാണ് ഇവിടുത്തെ പ്രശ്നം. ആ സ്ഥിതിക്ക് മാറ്റം വരുത്താൻ നമുക്കറിയാം. ഉമ്മൻചാണ്ടി ഗവൺമെന്റിലൂടെ ഏറ്റവും ലാസ്റ്റിലുള്ള ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഉമ്മൻചാണ്ടി ഗവൺമെന്റാണ്. ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ, അന്നുള്ള കാര്യങ്ങളും ഇന്നുള്ള കാര്യവും തമ്മിൽ ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കിയാണ്. അന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ എന്തുമാത്രം എല്ലാവരും ഭക്തശ്രദ്ധരായിരുന്നു. ബൈ ഇലക്ഷനിൽ അതിന്റെ പിന്നാലെ പത്രക്കാർ പോലെ പിന്നാലെ പോട്ടെ, നമുക്ക് ഇലക്ഷൻ നടത്താം, ഭൂരിപക്ഷം ജയിക്കണം, സെമിഫൈനലിൽ ജയിച്ച് നമുക്ക് ഫൈനലിലേക്ക് പോകാം, ഫൈനലിലും ജയിച്ച് നാടിന്റെ സ്ഥിതി മാറ്റി കൊണ്ടുപോകാനുള്ള കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ ഇന്നത്തെ ദുർഭരണങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു അവസരമാണ്. നമുക്ക് ഒരുമിച്ച് സാധാരണക്കാർക്ക് വേണ്ടി, നാടിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി കിട്ടിയിരിക്കുന്ന ഒരു അവസരം. മാനേജ്മെന്റ് നടത്തുന്ന ടീമിന്റെ പ്രത്യേക നിർദ്ദേശങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ പറഞ്ഞു, അത് വിജയിച്ചിരിക്കുന്നു, യാതൊരു സംശയമില്ല. ഞാനിന്ന് അഭിനന്ദിക്കുകയാണ്. 100% വിജയിച്ച ബൂത്ത് ചെയർമാൻ കൺവീനർമാരുടെ യോഗമാണ്. ഈ നിലക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സെമി ഫൈനൽ കഴിഞ്ഞുള്ള ഫൈനൽ മത്സരത്തിന്റെ ഒരു ആദ്യത്തെ റിഹേഴ്സലാണ് 2026-ൽ. ചൊവ്വാഴ്ച റിവ്യൂ മീറ്റിംഗ് ആണ്. ഈ ചെയർമാന്മാരും കൺവീനർമാരും ഇവിടെ ഉണ്ടാവും. അപ്പൊ ചൊവ്വാഴ്ച ഇരിക്കുകയാണ്. അത് കഴിഞ്ഞു. ചൊവ്വാഴ്ച നിങ്ങൾ എല്ലാവരും ഇരിക്കുകയാണ്. ഞങ്ങൾ ആരെങ്കിലും പ്രധാനപ്പെട്ട ആളുകൾ വന്ന് ഫുൾ ടൈം നിങ്ങളുടെ റിവ്യൂ മീറ്റിംഗ്. അപ്പോൾ ഓരോ ബൂത്ത് കമ്മിറ്റിയിൽ ചെയർമാനോ കൺവീനറോ എണീക്കുന്നത് ഞാനും കുഞ്ഞാലി സാഹിബും അടക്കം ഞങ്ങളെല്ലാവരും, പ്രകാശ് എല്ലാം ഉൾപ്പെടെ ഞങ്ങൾ നിലമ്പൂരിലെത്തി ഒരു ഷെഡ്യൂൾ തയ്യാറാക്കി. ഇന്നലെ മുതൽ ഇലക്ഷൻ്റെ അന്ന് വരെയുള്ള ഷെഡ്യൂൾ. അപ്പം ഇന്നലെ 4 മണ്ഡലം നേതൃയോഗം, ഇന്ന് 5 ഉണ്ടാവും. കോഴിക്കോട് ഉണ്ടാവും, കാസർഗോഡ് ഉണ്ടാവും, ചെന്നൈയിൽ ഉണ്ടാവും,